ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകുകയാണ്. ഞാൻ മൂന്നാർ 2-3 വട്ടം പോയിട്ടുണ്ടെങ്കിലും വട്ടവടയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ് ഇത് നമ്മുടെ കമ്പനി ട്രിപ്പാണ്. കമ്പനി നമ്മളെ സ്റ്റാഫിനെ എല്ലാവരെയും കൂടി ട്രിപ്പ് കൊണ്ടുപോകുന്നതാണ്. പുലർച്ചെ 4 മണിക്ക് ഗോഡൗണിൽ എത്തണമെന്നായിരുന്നു നമ്മൾ ഇൻഫോം ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്ന് ഗോഡൗണിലേക്ക് അറൗണ്ട് 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 30 കിലോമീറ്റർ വണ്ടി ഓടിച്ച് അവിടെ എത്തണമെങ്കിൽ 4 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഞാൻ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 2 മണിക്ക് എഴുന്നേൽക്കണം, പുലർച്ചെ 2 മണി. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ കൃത്യം 4 മണിക്ക് തന്നെ ഗോഡൗൺ എത്തിയിട്ടാണ്. പക്ഷേ ഗോഡൗൺ എത്തിയപ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ 2 പേര് മാത്രമേ ഗോഡൗണിൽ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേ ദിവസം വർക്ക് കഴിഞ്ഞ് എന്താ പറയുക, അത് ഡിസ്മാൻഡിലൊക്കെ ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് ഡിലേ ആയി. 5 മണി ആയപ്പോഴാണ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫ് എത്തുന്നത്. കിടന്നു പോകാം, കുഴപ്പമില്ല, സീനില്ല. ഇതിങ്ങനെ പൊക്കാവുന്നാണോ? ഇത് കുറച്ച് വലിയ വണ്ടിയും കൂടിയല്ലേ. 2 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 മണി ആയപ്പോഴേക്കും എഴുന്നേറ്റ് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മണി 6:30, ഇതുവരെ പോയിട്ടില്ല. നേരം വെളുത്ത് ഗൈസ്, നോക്ക് എപ്പോൾ വന്നാന്നറിയാവോ? പുലർച്ചെ 4 മണിയപ്പോൾ എത്തിയതാ ഇവിടെ. मेरा गाड़ी का എന്താണ് കാണുന്നത്? അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ കൂടെയുള്ള ചേച്ചിയാണ് എല്ലാവരും ട്രിപ്പിൻ്റെ കാര്യം ഇൻഫോം ചെയ്തതും അവരുടെ ലിസ്റ്റ് എടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ദിസ് ഈസ് സാന്ദ്ര ഗൈസ്. തലേ ദിവസം വിളിച്ചപ്പോൾ തന്നെ ഇവിടെ ട്രിപ്പ് വരുന്നില്ല, ഇവൾക്കൊരു ഹൗസ് വാമിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ കുറേ വിളിച്ചിട്ടും അവൾ പറഞ്ഞില്ല, റിയ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞേ. പക്ഷേ ട്രിപ്പ് പോകേണ്ടെന്ന് രാവിലെ ഇപ്പോൾ ദേ ആള് പെട്ടിങ് കിടക്കെടുത്ത് വന്നേക്കണം ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവന്റെ ഫോട്ടോ എടുക്കണോ? അല്ലല്ല, बंगाली नहीं, हिंदी हिंदी हमको नहीं, थोड़ा കൃഷ്ണ നീ എവിടെ, അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നു കേമനായില്ലേ, ഇരുതൻ യോഗ്യനായില്ലേ, എങ്കിലും വെണ്ണകക്കലും ചേലകക്കലും നിന്തൊടില്ലേ, താകൃതത്താതെ വെണ്ണകക്കലും ചേലകക്കലും നിന്തൊടില്ലേ, താകൃതത്താതെ നിന്നുടെ താതൻ तुम भी हो, अभी तुम भी हो, आशिकी अभी तुम भी हो, जान भी मेरा दर्द भी
അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ മൂന്നാർ എത്തി. മൂന്നാർ ഇറങ്ങി ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാർ ഇറങ്ങിയത്. അപ്പോൾ അവിടെ കുറച്ച് ഗെയിമും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ വട്ടവട പോയി. പക്ഷെ എനിക്ക് ഇതിൻ്റെ പുറത്ത് നിൽക്കാൻ ഇഷ്ടമല്ലടാ, അതിന് വേദനിക്കത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡാ. ഈ കഴുത, ആന, കുതിര പാവല്ലേ. ഡാം ഹസൻ ഒന്നുകൂടി പറയോ? മിസ് ചെയ്യണ്ട. വ്ലോഗിലൊക്കെ വരും കേട്ടോ ഉള്ള കാര്യം. നമ്മളിപ്പോ മാട്ടുപ്പെട്ടി ഡാം വ്ലോഗാട്ടോ. എന്തത് ചിക്കൻ അല്ലേ? ഇവിടെ ഇങ്ങോട്ട് കിട്ടും നോക്കി. അവിടെ കോടി ഇങ്ങോട്ട് 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 അടിക്കണം. എവിടെയാ? ഇത്ര നേരം ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഇത് എത്ര പെട്ടെന്ന് വന്ന ഫുൾ കോട. തണുക്കണ്ടാടാ? നൈസ്. ഇങ്ങോട്ടാണ്ട വെട്ടം കണ്ട. നെക്സ്റ്റിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കോ? ഇല്ല ഇല്ല, ഫോട്ടോഗ്രാഫർ ആവല്ലേ? തിരിച്ച് ഫോട്ടോ എടുക്ക്. കോട അടിക്കുന്നു. കോട അടിക്കുന്നത്. ഗൈസ് നമ്മളിപ്പോൾ മൂന്നാറാണ്. വട്ടവട എത്തിയിട്ടില്ല. പക്ഷെ നോക്ക് നല്ല കോടയുണ്ട്. പതിയെ പതിയെ തണുപ്പൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളിവിടെ ഇറങ്ങണ ഒരു കോടയില്ല, ജസ്റ്റ് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പെട്ടെന്ന് നോക്ക് നല്ല നല്ല കോട. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി കാടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ജീപ്പ് വന്നു ഗൈസ്, നമുക്ക് ജീപ്പിൽ കയറാം. ആ മലയുടെ മുകളിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. ഇതാണ് നമ്മുടെ ജീപ്പ്. ജീപ്പ് റൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ദൈവമേ, അത് ഇതാ കാണുന്ന മലയിലോട്ട്. ഇതൊക്കെ വല്ലതായിരിക്കട്ടെ. Guys, we reached our property. Just look at this. Hi. Okay guys, super.
നല്ല തണുപ്പുണ്ട്, നല്ല കോടയുണ്ട്. നൈസ് ഡേ ഹിയർ. പ്രോപ്പർട്ടി കാണിച്ചു തരാം. ഇതാട്ടോ നമ്മൾ വന്ന ജീപ്പ്. ഷിന്റെ മോനെ വന്നപ്പോഴേ കിടന്നു. One bed, two bed. Hi guys. ഇതെന്താ വാഷ്റൂമാണോ? അകത്ത് ആളുണ്ടാവും. ഇവിടെ തീ കായാൻ നമുക്ക്. ഇവിടെ എല്ലാവരും, ഇവിടെ ബോയ്സ് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോറ് തുറന്ന് വരുമ്പോൾ there is another room ഇവിടെ. and we are going to stay here. madam. I like it. Sorry. ഞാൻ അവളെന്നെ പറഞ്ഞു പറ്റിച്ചു. എന്താ പറയണ? എന്താ ഡോർമെറ്ററി പോലത്തെ. ഇവിടെയാണ് ഞങ്ങൾ ഗേൾസ് എല്ലാരും. ശരി, നമുക്ക് തീ കായാൻ യാത്ര. ഇന്നില്ല. ബെഡ് ഉണ്ടോ അതിന്റെ മുകളില്? ഇവിടെ താഴെ അവള് മുകളില്. ഇവിടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അത് കൊള്ളാം. ഗൈസ്, ഇവിടെ ലൈബ്രറി ഉണ്ട്. ദേ ഇതൊക്കെ ഇരിക്കുന്ന ബ്രഷും. ലൈബ്രറി ഉണ്ട്. ആൻഡ് ദേ നോക്ക്, ഇഷ്ടംപോലെ മഗ്. രസമല്ലേ വെച്ചേക്കണ കാണാൻ. എന്റെ മുന്നേ ഇതേ കിടക്കണ മോളെ. ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ഗ്ലാസ്സിൽ കുടിക്കണമെന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഇവിടെ ഫാമിലി ടേബിൾ പോലത്തെ സെറ്റപ്പ്. ഇത് കൊള്ളാല്ലേ, നൈസാല്ലേ, നല്ലൊരു ആംബിയൻസ്. ഇവിടെ ഒരു ഡൈനിങ്, ഇവിടെ ഒരു ഡൈനിങ്. എൻ്റെ ഇവിടെ കിച്ചൺ. ഞങ്ങൾ രാത്രിയിലത്തെ ചപ്പാത്തി ഉണ്ടാക്കുവാണ് ചേട്ടൻ. ഇത് കുറേ റൂംസ് ഉണ്ടല്ലേ. ഇത് ഇവരുടെ റൂംസാ. അടുത്ത മുറി. അയ്യോ, നല്ല വ്യൂ. ഇതടുത്തത്. അപ്പൊ 15 അല്ല 17 എത്ര പേര് വന്നാലും കുഴപ്പമില്ലല്ലേ. ഒളിച്ചും പാത്തും കളിക്കാൻ പറ്റിയ സ്ഥലമല്ലേ. കുറെ ഡോറ്, ഇഷ്ടംപോലെ ഡോറ്. അടുത്ത ഡോറ്. ഇതുപോലെ സാധനങ്ങൾ, സ്റ്റോർ റൂമാ. ഇത് ഇവരുടെ ബെഡ്റൂം. ഇത് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പേര് എഴുതായിരുന്നല്ലേ, STC. ബാൽക്കണി. വലിയ തണുപ്പ് അങ്ങനെ ഇതിലല്ലേ. താഴെയടി അവിടെ പട്ടിയുള്ളത്. നമ്മൾ ആ ഡോറിൽ നിന്ന് എൻ്റർ ചെയ്തിട്ടാണ് ഇപ്പം ഈ ഡോറിൽ നിന്ന് ഇറങ്ങിയത്. നല്ല രസമുണ്ടല്ലേ.
ഹായ്, ആദ്യമായിട്ടാ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ, നല്ല രസമുണ്ട്. ഇത് നല്ല ടാലിയാണോ ഇത്? ഇതൊക്കെ പറിച്ചോണ്ട് പോയാൽ നമുക്ക് ഇവന്റിന് വർക്കിന് വെക്കാം. അതെന്നാണ് പൂമരം പൂത്തുലഞ്ഞത്? പട്ടി കടിച്ചോടി. വന്ന് ഉമ്മ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ look at this. കൊള്ളാല്ലേ, നൈസ്. ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പ്രോപ്പർട്ടി കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ പോലും വ്യൂ ഇപ്പോൾ കോടയാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോണത് ആ പൊട്ടുപോലെ ഇരിക്കുന്ന സ്ഥലം കണ്ട. നമ്മളിപ്പോൾ പോകാൻ പോണത് അവിടെയാ. ഇങ്ങനെ വഴി ഇറങ്ങി അങ്ങ് വരെ. ഗോഡ്, ഹൗ. ഒരു ചായ കുടിക്കാൻ പോവാം. അത് നമ്മളവിടെ ചായ കുടിക്കാൻ പോവാം. അമ്മേ, ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ദ ഓൺലി പാലസ്, ലോക്ക് ക്യാബിൻ. ഫൈനലി വി റീച്ച്ഡ് ഗൈസ്. അഭിനയ സിംഹമേ, അഭിനയ സിംഹമേ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് 2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത്, മൊത്തം അപ്പ് ആൻഡ് ഡൗൺ 4 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് നമ്മൾ നേരെ നമ്മൾ റിസോർട്ടിലെത്തി. പിന്നെ ക്യാമ്പ് ഫയറും വെള്ളോടിയും പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഡിന്നർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നും വരും വഴിവക്കിൽ അവളിനോടൊന്നും മിണ്ടാ. ഒരു 10 മണി ആയപ്പോഴേക്കും കുറേ പേരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര്, ഒരു 5-6 പേര് ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടി 2 മണി വരെ ഇങ്ങനെ ഇരുന്ന്. അത് നൈസൊരു വൈബായിരുന്നു കേട്ടോ. അത് പാട്ടും പാടി തന്നെ ഇരുന്നു. രാവിലെ എഴുന്നേറ്റ് ഗൈസ്, നേരെ വെളുത്തു. വാ, ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെയാണ് നമ്മളെല്ലാവരും കൂടി ഇന്നലെ ഇരുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ ലൈവ് പോയത് ഇവിടെ നിന്നായിരുന്നു. നോക്കുക അവസ്ഥ. ക്യാമ്പ് ഫയർ നടത്തിയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പ്. സാധാരണ ഞാനുണ്ടല്ലോ ഇതേപോലെ തണുപ്പുള്ള എവിടെയെങ്കിലൊക്കെ വരുവാണെങ്കിൽ കുളിക്കാറില്ല. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കാറാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇന്നലെ നടത്തത്തിനൊക്കെ പോയില്ലേ, ട്രെക്കിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ടയേർഡായി, വിയർത്ത് വരുവായപ്പോഴേക്കും ഞാൻ വന്ന ഉടനെ ഞാൻ കുളിച്ച്, നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പ് അറിഞ്ഞിട്ടേ ഇല്ല, ഈ സാധനമൊന്നും ഇരുന്നിട്ടേ ഇല്ല. കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് പോയ മട്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഫുൾ 1 മണി വരെയാണ് നമ്മൾ ഇവിടെ കുത്തിയിരുന്നത്. ഞാൻ 1 മണി വരെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കിടന്നു. അപ്പോൾ അപ്പോഴൊന്നും തണുപ്പ് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നല്ല തണുപ്പ്. ഞാൻ 1 മണിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയിട്ട്. ഞാൻ 1 മണിക്ക് ഉറങ്ങാൻ എന്ന സെറ്റപ്പിലാണ് പോയത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. ഇടാ, വെയിൽ കായാനിരിക്കണ നീ? വെയിൽ കായാനിരിക്കണ ചെറുക്ക വെയിൽ കായാനിരിക്കുവാണ് അവിടെ.
അവിടെ കണ്ടോണ്ടിരിപ്പുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല തണുപ്പത്ത് ഈ വെയിൽ കൊള്ളുമ്പോൾ ഒരു സുഖം. ഇവനെ കണ്ട, ഇവൻ ഇന്നലെ ഞങ്ങളെ ക്യാമ്പ് ഫയർ കൂടുമ്പോൾ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ട്, ഞങ്ങൾ ആ തീ കായാനിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന്, ഇവനുണ്ട് വേറൊരുത്തനും കൂടി ഉണ്ട്, അവനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫുഡൊക്കെ കൊടുത്തു കുറേ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിருக்கு. ഞങ്ങൾ ക്ലീൻ ചെയ്തൊക്കെ എടുക്കുക. ചട്നി, ഇഡ്ഡലി, അതെന്താ? അത് പൂരി ഭാജി, ചിക്കൻ ചട്നി. എന്റെ പ്ലേറ്റ് നോക്കുന്നു, അറിഞ്ഞിരിക്കുന്നു ഫുഡ് കൊണ്ട്. ഫോട്ടോ എടുക്കാൻ സോ ഗൈസ് നമ്മളെല്ലാവരും റെഡിയായി. 2 ജീപ്പായിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ജീപ്പേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരു ജീപ്പ് വന്ന് ഭായിമാരെല്ലാം കുറച്ച് ആദ്യം ഒരുങ്ങിയ അവരെല്ലാവരും കൊണ്ടുപോയി. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ജീപ്പ് എക്സ്പ്രഷൻ ഇട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ആ കാണുന്ന സ്ട്രോബെറി ഫാമിലേക്ക് നമുക്ക് പോകാം. നമ്മളെത്തി ഗൈസ്. ഈ വഴി പോവാം, ആ വഴി പോവാം, അല്ല ആ വഴി പോവാം. സ്ട്രോബെറി, പക്ഷെ സ്ട്രോബെറി ഒന്നും ആയിട്ടില്ല. ഇതേ ചെറുതുണ്ടായി കിടക്കണം. Look at that guys, strawberry. നേച്ചി ചെറുതുണ്ടായി കിടക്കണ്. അതെ, എല്ലാരും സ്റ്റോറി. അതല്ല, എല്ലാരും കൂടി ക്യൂ ആയിട്ട് വന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതിനെന്താ ഇവിടെ ഉണ്ട് കേട്ടോ. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്ട്രോബെറി കഴിക്കാൻ പോണം. പഴുത്തത് കഴിക്കും. പച്ചതാ പച്ച നമ്മൾ കഴിച്ചു നോക്കണം. ക്യാരറ്റ് ഗൈസ്, ഇതാ ചേച്ചി നമുക്ക് വേണ്ടി സ്ട്രോബെറി കടിക്കുക. പഴുത്ത സ്ട്രോബെറി നോക്കിയിട്ട് ഞാൻ സ്ട്രോബെറിയുടെ ജാം മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ വൈൻ ഉണ്ട്, എനിക്ക് അധികം ഇഷ്ടമായില്ല. നല്ല കൊള്ളാം, പക്ഷെ മേടിക്കാനില്ല. നമ്മൾ ആ സ്ട്രോബെറി ഫാമിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് കയറുന്നപ്പോൾ ഹണി മ്യൂസിയം, ഹണി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ. $17. Lazy guys, not working. Female visa, worker visa, all working. Make the hive, collect the honey, protect the hive, protect the queen. A source of wonder for humans, both as food and as medicine.
ചത്ത് 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 ഇത് കയറണം. വണ്ടിയിട്ട സ്ഥലത്ത് പോകാനാ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കയറി 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 ഇവിടെ എത്തി. ഇനിയും കയറണം. അമ്മേ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വട്ടവടയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ലഞ്ച് കഴിച്ചത്. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു ഇവിടെ നിന്ന്. നോക്കാൻ പറയാ ശരിയാക്കി തരാൻ ശ്രദ്ധിച്ചോളൂ. പിന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് കുറേ നേരം ഉറക്കമായിരുന്നു എല്ലാവരും. ഉറക്കം, പിന്നെ ഡാൻസ് കുറേ നേരം, പിന്നെ ഉറക്കം. ആ ഒരു മൂഡിലാണ് അങ്ങോട്ട് തിരികെ പോയത് നമ്മൾ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുവാണ്. നല്ല 2 ദിവസങ്ങളായിരുന്നു. നല്ല സ്റ്റേ ആയിരുന്നു. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മുടെ കമ്പനി ഫുൾ ഉണ്ടായിരുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.